കണ്ണൂരിൽ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ പോയ കെ.പി. മോഹനൻ എം.എൽ.എ നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്തു എന്നൊരു വാർത്ത കണ്ടു. ശരിക്കും എന്തിനാണ് ഒരു എം.എൽ.എയെ നാട്ടുകാർ കൈകാര്യം ചെയ്തത്? ഇപ്പോൾ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കേസിനൊന്നും താല്പര്യമില്ല, പിന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയാണെങ്കിൽ സഹകരിക്കുമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. ഭരണപക്ഷ എം.എൽ.എ ആണല്ലോ അദ്ദേഹം. അപ്പോ എന്തുകൊണ്ടായിരിക്കും, അതും കണ്ണൂരില്, എന്തുകൊണ്ടാണ്? ഇത് ഒരു ജനപ്രതിനിധിയെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആരാണെങ്കിലും, ഏത് ജനപ്രതിനിധി, ഏത് പാർട്ടിയാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇന്നലെ ആണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ജനപ്രതിനിധി, അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഏത് വിഷയത്തിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാം. നമുക്കറിയാം, പല പ്രശ്നങ്ങളിലും പല ആളുകളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനരോഷമുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എത്ര ജനരോഷമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ജനപ്രതിനിധി, അത് പഞ്ചായത്ത് അംഗമാണെങ്കിൽ പോലും ഇനിയിപ്പോ പാർലമെന്റ് അംഗമാണെങ്കിൽ പോലും അവരെ കൈയേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊന്നും പോകാൻ പാടില്ല. പക്ഷെ ഇവിടെ ഇപ്പോ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണ്? ഈ കൂത്തുപറമ്പ് എം.എൽ.എ കെ.പി. മോഹൻ, അദ്ദേഹം കഴിഞ്ഞ 3 ടേമായിട്ട് കൂത്തുപറമ്പിലെ എം.എൽ.എ ആണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു വലിയൊരു ജനരോഷം ഉണ്ടാവുകയും ഒരു കയ്യേറ്റ ശ്രമം നടക്കുകയും ചെയ്തത്. അദ്ദേഹം ഇന്നലെ അവിടെ പെരിങ്ങത്തൂര് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അംഗൻവാടി ഉദ്ഘാടനം ഏറ്റിരുന്നു. ആ പരിപാടിക്ക് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് തന്നെ നേരത്തെ കഴിഞ്ഞ കുറെ നാളായിട്ട് തന്നെ ഒരു മാലിന്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശവാസികൾ അവിടെ പ്രതിഷേധത്തിലാണ്. അവിടെ ഒരു തണൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും പുറന്തള്ളുന്ന മാലിന്യം അത് അവിടുത്തെ പ്രദേശത്തെ കുടിവെള്ളമൊക്കെ തന്നെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് ആ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. നമുക്കറിയാമല്ലോ, കുടിവെള്ളമൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് അവര് കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രതിഷേധത്തിലാണ്. എന്നാൽ ഈ സ്ഥല എം.എൽ.എ കൂടിയായ കെ.പി. മോഹൻ ഈ പ്രതിഷേധത്തെ കാര്യമായിട്ട് എടുത്തില്ല, വേണ്ട പരിഗണന കൊടുത്തില്ല. അവർ കുറെ നാളായിട്ട് പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്നലെ അദ്ദേഹം ഈ അംഗൻവാടി ഉദ്ഘാടനത്തിനായിട്ട് അവിടെ എത്തുന്നത്. ആദ്യം അദ്ദേഹം തന്നെ ഇന്നലെ അതിനുശേഷം നടന്ന മാധ്യമങ്ങൾ കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യം വന്നു, അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടി തിരിച്ചുപോയി. പിന്നീട് വീണ്ടും ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു. ഇപ്പൊ അംഗൻവാടി ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ച ആൾക്കാരെല്ലാം കൂടെ വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും വന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രതിഷേധക്കാർ പ്ലക്കാർഡ് ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്കൂടെ അദ്ദേഹം ഇങ്ങനെ വിഷ്വൽ കാണാം, കൈ ഉയർത്തി ഇങ്ങനെ അതിനിടയ്ക്കൂടെ അദ്ദേഹം വിചാരിച്ചു ഇങ്ങനെ നടന്ന ഒരു അവർക്കൊരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് അങ്ങ് പോയി സംഭവം പോയി നൈസായിട്ട് പോയിട്ട് ഇങ്ങനെ വരാന്ന് പറയും. പക്ഷെ അങ്ങോട്ട് ആ ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ടാണ്, പ്രതിഷേധക്കാർക്കിടയിലോട്ടാണ് അദ്ദേഹം നടന്നു പോകാൻ തുടങ്ങിയത്. അങ്ങോട്ട് കയറിയപ്പോ തന്നെ ആൾക്കാർ അവിടെ ഈ മൂപ്പര് ഇപ്പോ ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഇവിടെ വരാതെ അംഗൻവാടി ഉദ്ഘാടനത്തിനായിട്ട് കയറി പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന രോഷം പറയാമല്ലോ. അവരങ്ങോട്ട് പിടിച്ച് ഉന്തും തള്ളുകയൊക്കെ തന്നെ ചെയ്ത് ഇദ്ദേഹവും ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ അദ്ദേഹത്തിന് നടത്തി. അദ്ദേഹം പഴയ കളിക്കാരനൊക്കെയാണ്, ശ്രമം നടത്തി. പക്ഷെ ഇവര് ജനങ്ങൾ ഒരു 10-30 ആൾക്കാരോളം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പ്രതിഷേധക്കാർ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും പിടിച്ചു വലിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അദ്ദേഹം പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുകയും അവരോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ഒക്കെ പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വിഷയത്തില് ആ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഒരു സ്ഥലം എം.എൽ.എ തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമാണ് അവിടെ ഉണ്ടായത്. ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ. 3 ടൈമായിട്ട് എം.എൽ.എ ആണ്. കഴിഞ്ഞ ഏതാണ്ട് കുറെ നാളായിട്ട് ഈ പറയുന്ന തണൽ ഡയാലിസിസ് കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്, ഒരു സ്ഥാപനമാണ് അല്ലെ. ഒരു ഡയാലിസിസ് കേന്ദ്രം എന്ന് പറയുന്നത് സാധാരണ ഏത് ആൾക്കാർക്കും എപ്പോഴാണ് പ്രയോജനം വരിക എന്നറിയത്തില്ല. അപ്പോൾ അത് അവിടെ ആവശ്യമാണ്. അതേസമയത്ത് ഇത് പരസ്പര പൂരകങ്ങളാണ്. അവിടെ നിന്നുള്ള മാലിന്യം പുറന്തള്ളുമ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടാകണം. അല്ലാതെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട്, അത് ഏത് സ്ഥാപനമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മാലിന്യ പ്രശ്നം പോയി കഴിഞ്ഞാൽ അവരുടെ കുടിവെള്ളവും നശിപ്പിക്കുക, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരിക ഒക്കെ തന്നെ ചെയ്താൽ അത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാര്യമാണ്. അത് അവരെ എത്രത്തോളം ജനരോഷം ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിലെന്നല്ല മിഥുൻ, ഈ എന്ത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോ അത് ഈ പദ്ധതി നിർവഹണത്തിന്റെ ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു റോഡ് നിർമ്മാണമായാലും ശരി, എന്ത് സംഭവമായാലും ശരി, അത് ചെയ്യുമ്പോൾ അത് ആശ്രയിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ ജനപ്രതിനിധികൾക്ക് ഇല്ലേ? ഇപ്പോ ഈ മാലിന്യം പുറത്തേക്ക് തള്ളുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരുടെ വീട്ടിലാണ് ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ എടുത്തെങ്കിലും മാലിന്യം വന്നാൽ ഇവർ സഹിക്കുമോ? അവർ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ തന്നെ മിഥുൻ പറഞ്ഞു,
ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നല്ല നടപടി അല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവർ അതിലേക്ക് അത് ഇപ്പൊ വന്ന ഒരു MLA അല്ല അത്. ഇപ്പൊ പറഞ്ഞ പോലെ 3 തവണയായിട്ട് അവിടുത്തെ MLA ആണ്. അപ്പൊ ആൾക്കാർക്ക് ഇത്രയും ചിരപരിചിതനാണ് അദ്ദേഹം. അപ്പൊ ഇവർ പലതവണ ഇതിനെതിരെ പരാതി നൽകിയിട്ടും MLA അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റം തന്നെയല്ലേ. MLA എന്തിനാ അവിടെ ഉള്ളത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി. സ്ഥലം MLA അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാ ജനപ്രതിനിധിയുടെ പരാജയമാണ്. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് ഒരു ഭരണപക്ഷ MLA ആണ്. നമുക്ക് 140 MLA-മാരുണ്ട്. അതിനകത്ത് 98 പേര് പറയായിരുന്നു നമുക്ക് ഭരണമില്ല, അപ്പൊ നമ്മൾ പറയുന്നൊന്നും ഇവിടെ നടക്കില്ല എന്ന ഒരു എക്സ്ക്യൂസ് പറയാം. പക്ഷെ ഇതല്ല, ഭരണം അവരുടെ കയ്യിലാണ്. അവർ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും എന്നുള്ളിടത്താണ് ഈ ഒരു നിസാര പ്രശ്നം നിസാരമാണ്. പക്ഷെ അത് ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം മാലിന്യം പുറന്തള്ളുക എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള ജീവിതങ്ങളെ ബാധിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ അവിടെ ഉണ്ടാവും. അവരുടെ എല്ലാം ആരോഗ്യപരമായി അത് ബാധിക്കില്ലേ? അപ്പൊ അത് അത്രയും എമർജൻസി ആയിട്ട് പരിഗണിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തെയാണ് അലക്ഷ്യമായിട്ട്, അതായത് പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ ജനങ്ങളുടെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു വന്നത്. ഈ 98 MLA-മാര് ഭരണപക്ഷത്തും ബാക്കി 42 MLA-മാര് പ്രതിപക്ഷത്തുമാണ് ഉള്ളത്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഭരണപക്ഷ MLA-ക്കെതിരെയാണ് വലിയ രീതിയിൽ ഒരു ജനവികാരം ഉണ്ടാവുകയും അത് കയ്യേറ്റ ശ്രമത്തിലേക്ക് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന തരത്തിലേക്കും പോയത്. മറുവശത്തുള്ള പ്രതിപക്ഷത്ത് കഴിഞ്ഞ 10 വർഷമായിട്ടിരിക്കുന്ന ഒരു MLA-ക്കെതിരെ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവരുടെ മണ്ഡലത്തിൽ, അല്ലേ? നമ്മൾ ഇതുവരെ അത്തരം ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. എന്തെങ്കിലും ജനവിഷയത്തിൽ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ജനങ്ങളുടെ രോഷത്തിന് പാത്രമാവുകയോ ചെയ്ത ഒരു MLA-യുടെ പേര് പോലും നമ്മൾ പ്രതിപക്ഷത്തെ കേട്ടില്ല. മറുവശത്ത് ഇപ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA ആണ്. കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിലെ ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. അവിടെ CPM-നൊക്കെ തന്നെ ആധിപത്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു ഭരണപക്ഷ MLA-ക്ക് ഇത്തരത്തിലൊരു സ്ഥിതി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ പരാജയം, അദ്ദേഹം പിന്നെ പരിപാടിക്ക് ആൾക്കാരില്ലാത്തതിന് സംഘാടകനെതിരായിട്ട് നടപടിയെടുത്ത സംഭവം, ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത സംഭവം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് വേറെ സംഭവങ്ങളുണ്ട്. ബസിന്റെ മുന്നേ കിടന്നു എന്ന് പറഞ്ഞ് റോഡിൽ വന്ന് വൻ ഷോയാണ്. ആ ഡ്രൈവറോട് എത്ര മോശമായിട്ടാണ് ഈ മന്ത്രി പെരുമാറുന്നത്. അതിന്റെ പിന്നീട് വന്നൊരു വിഷയം എന്ന് പറഞ്ഞാല് ആ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവരം. ഇതൊന്നും മന്ത്രി വണ്ടിയുടെ മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പിയിട്ടത് മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. അത് കണ്ടു. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വന്ന് അയാളോട് ഈ ഒരു ശുഷ്കാന്തി വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ കാണിക്കാൻ. ഇതൊക്കെ എത്ര പേരെ അറിയിച്ചിട്ടായിരിക്കും. കാരണം അവിടെ യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ അവിടെ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് അറിയിച്ചിട്ട് തന്നെ പോകുന്ന സംഭവമാണ്. നമുക്കറിയാതെ മുൻകൂട്ടി തയ്യാറാക്കിയുള്ള പരിപാടികളാണ്. അപ്പോൾ അവിടെ പരിപാടിയില്ല. അപ്പോൾ അവിടെ ജനങ്ങൾ സർക്കാരിനെ കേൾക്കാനില്ല. മറുവശത്ത് ഇവിടെ മറ്റൊരു സ്ഥലത്ത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ ഒരു MLA ജനരോഷത്തിന് ഇരയാകുന്നു. അവർക്ക് കൈ വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി MLA പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സർക്കാർ നമ്മൾ നേരത്തെ ഗണേഷിന്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ ഒന്ന് പുനർവിചിന്തനം ചെയ്യണം. ഒരു റെട്രോസ്പെക്ഷൻ നടത്തണം. എന്താണ് തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഒരു പിടിപ്പുകേട് എന്താണ് എന്നുള്ള കാര്യം അവർ ചിന്തിക്കണം. ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകണം. ഇനിയിപ്പോ 3-4 മാസം കൂടിയേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ എതിരാക്കുന്ന അല്ലെങ്കിൽ ജനവിരുദ്ധമായ ഒരു സർക്കാരിലെ MLA-മാരാണ് ഭരണപക്ഷത്തുള്ളത് എന്ന് തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കൂത്തുപറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് കേസൊന്നും പരാതിയൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് അറിയത്തില്ല. അതായിരിക്കും. അവര് കുറെ നാളായിട്ട് അദ്ദേഹത്തിന് പുറകെ നടക്കുകയാണ്. അവർ തിരിഞ്ഞു നോക്കാനോ ആ ഒരു പ്രശ്നം ഇന്നലെ വന്ന സമയത്ത് പോലും അദ്ദേഹം അത് കേട്ടിട്ട് വേണ്ടേ അങ്ങോട്ട് പോകാൻ. അംഗൻവാടി ഉദ്ഘാടനമല്ലല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രയോറിറ്റി. അവിടുത്തെ കുറെ ജനങ്ങൾ, നിവാസികള്, പ്രദേശവാസികൾ അവർ ദുരിതം അനുഭവിക്കുമ്പോൾ എന്നാ ഞാൻ കേൾക്കാം, നിങ്ങളെ കേട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ കേട്ട് നിങ്ങളെ വിഷയം ഉണ്ടാകത്തില്ല. ആദ്യം ആ വിഷയം അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ആ വിഷയം അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. മറിച്ച് അദ്ദേഹം അവർക്കിടയിലൂടെ നിങ്ങൾ അവിടെ സമരം ചെയ്തോളൂ, വേറെ ആർക്കാണ്ടെതിരെ സമരം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് പിന്തുണ തരുന്നത് പറഞ്ഞ് കയറി പോകാൻ നോക്കി ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വിഷയത്തിലേക്ക് പോയത്. അപ്പോൾ ഈ സർക്കാർ ഇക്കാര്യത്തിലൊരു സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. ഒപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി ഇതിനകത്തുള്ളത്, ഈ പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നാണ് പറയുന്നത്. 25 പേർക്കെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മറ്റ് നമുക്ക് ഇപ്പൊ അടുത്തിടയ്ക്കൊക്കെ നടന്ന പല സംഭവങ്ങളും നമുക്കറിയാം. അത് കേസ് കൊടുത്തിട്ട് പോലും, പരാതി കൊടുത്തിട്ട് പോലും കേസെടുക്കാത്ത ഒരു പോലീസാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വിഷയം, അറിയാമല്ലോ. അതിനകത്ത് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നുണ്ട് ആൾക്കാർ, ഈ CPM-ന്റെ പ്രതിനിധികള്, വക്താക്കളൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചിരി വരും. ഇവിടെ പരാതി കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കുന്നത്.
അല്ല, അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുള്ളിടത്ത് അത് മാത്രമല്ല, പല പരാതികൾക്കും അവർ ദ്രുതഗതിയിൽ നടപടിയെടുത്ത നടപടിയെടുത്ത് സംഭവങ്ങളുണ്ട്. ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, തെളിവില്ലാത്തടത്ത് പോലും. പേര് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളിടത്ത് പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളിടത്ത് പരാതി പോലും ഇല്ലാതെ സ്വമേധയാ കേസെടുക്കാം. ഇതിൽ ഈ സ്വമേധയാ കേസെടുക്കുന്നതിൽ സഹകരിക്കും എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഒരു ഇതെന്താണെന്ന് അറിയാമോ? അപ്പൊ ഇവര് ആൾക്കാർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞങ്ങൾ ആൾക്കാർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, പോലീസ് കേസെടുത്ത് അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു നരേഷൻ കൂടി അവിടെ ഉണ്ട്. എന്തായാലും ഭരണപക്ഷത്തോടുള്ള ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഇത്തരം അവർക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു സംഭവമാണ്. അത് തിരുത്തിയാൽ അവർക്ക് നല്ലതാണ്.